कर सकता है कोई? मिथ्या और सत्य अब बिल्कुल विपरीत दोनों की प्राप्ति कोई कर सकता है? പരസ്പര വിരുദ്ധമായ ഈ രണ്ടും ഒരേ സമയം ഒരാൾക്ക് പ്രാപിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും സാധ്യമല്ല. एक चुनना पड़ेगा. या तो सत्य को प्राप्ति करना है तो संसार को पीछे, अथवा संसार को प्राप्त करना है तो परमात्मा को पीछे करना. നമ്മൾ സാംസാരിക സുഖങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈശ്വര സുഖത്തെ നമ്മൾ പിന്തള്ളുന്നു. അല്ല, ഈശ്വര സുഖമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ സാംസാരിക സുഖങ്ങളിൽ വിരക്തി ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. अभी बहुत लोगों ने हाथ उठाया था. अब एक बार हाथ उठाओ जो हमको परमात्मा ही चाहिए, संसार नहीं चाहिए, ऐसा निश्चय है तो ആർക്കാണ് ഈശ്വരനെ മാത്രമാണ് വേണ്ടത്, ഈ സാംസാരിക സുഖങ്ങൾ എനിക്ക് വേണ്ട എന്ന് ഉള്ളത് അവരെ വീണ്ടും ഒന്നുകൂടെ കൈവെക്കണം എന്ന് പറയുകയാണ്. अच्छा थोड़े कम है ना, बराबर हो गया. और ये निश्चय करना है, हमेशा रखना, संसार में जो दुख मिलता है उसको सहन कर लेना. देखो परमात्मा प्राप्ति की इच्छा करने का अर्थ नहीं कि हम नहीं कहते केरल छोड़कर ऋषिकेश आओ, ये हम नहीं कहते. സാംസാരിക ദുഃഖങ്ങൾ സഹിച്ചുകൊണ്ടും ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ധർമ്മം. അല്ലാതെ ഇതിനെയെല്ലാം വിട്ടെറിഞ്ഞ് ഋഷികേശത്തിലോ അല്ലെങ്കിൽ ഹിമാലയത്തിലോ പോയി തപസ് ചെയ്യുക എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. किंतु क्या करना चाहिए? जो आपको सुख दुख मिलता है उसको सहन कर लेना, दूसरे को दोष नहीं देना, प्रयत्न करना परमात्मा प्राप्ति के लिए. നമ്മൾ പരമാത്മപ്രാപ്തിക്ക് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുഃഖങ്ങൾ ഉണ്ടായാൽ അതിൽ മറ്റുള്ളവരെ പഴിക്കാതെ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കർത്തവ്യം. മറ്റേത് അനിവാര്യമായിട്ട് വന്നുകൊണ്ടിരിക്കും. അത് വന്നാലും അതിൽ ഗൗനിക്കാതെ, അതിനെ പരിഗണിക്കാതെ, അതിനെ പിന്തള്ളിക്കൊണ്ട് നമ്മൾ ഈശ്വരീയ മാർഗത്തിൽ സഞ്ചരിക്കുക. दुख मिलने पर दूसरे को दोष नहीं देना, दूसरे का द्वेष नहीं करना, दूसरे के साथ झगड़ा नहीं करना, मिथ्या भाषण नहीं करना, किसी को कटु शब्द नहीं बोलना. ये सब करने पर ही अंतःकरण शुद्ध होगा, तभी परमात्मा की अभिव्यक्ति होगी. ദുഃഖം കിട്ടുമ്പോൾ അതിന് മറ്റുള്ളവരെ പഴിക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അവരോട് അസഭ്യ വാക്കുകൾ പറയുകയോ അവരെ ദ്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ, എല്ലാം നമ്മളുടെ പൂർവ്വജന്മ അർജിതമായ കർമ്മത്തിൻ്റെ ഫലമായിട്ടുള്ളതാണ്, എൻ്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ് എന്ന് ദൃഢമായ നിശ്ചയത്തോടുകൂടി മുന്നേറുന്നവർക്ക് മാത്രമേ ഈശ്വര ലാഭം ഉണ്ടാകുന്നുള്ളൂ. അസത്യം പറഞ്ഞതുകൊണ്ടോ മറ്റുള്ളവരെ ദ്വേഷിച്ചതുകൊണ്ടോ ഒന്നും ഈശ്വര ലാഭം ഉണ്ടാകുന്നില്ല. बहुत लोग सोचते आगे दुख मिलेगा, क्या करेंगे क्या करेंगे. अच्छा जो दुख की इच्छा नहीं करेंगे तो दुख भोगना नहीं पड़ेगा ना. ദുഃഖത്തെ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ദുഃഖം ഒഴിഞ്ഞു പോകുമോ? भोगना पड़ेगा ना. नहीं अवश्य. कोई चाहता दुख भोगने के लिए, भोगना पड़ता है. नहीं चालने पर यदि भोगना नहीं पड़ता कोई दुखी नहीं होता. നമ്മൾ ആഗ്രഹിക്കാതെ തന്നെയും വന്നു ചേരുന്ന ദുഃഖത്തെ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. അതിൽ ദുഃഖിയായതുകൊണ്ടും പ്രയോജനമൊന്നുമില്ല. അത് അനുഭവിച്ചുകൊണ്ട് തന്നെ ഈശ്വരീയ മാർഗത്തിൽ സഞ്ചരിക്കുക, ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുക. इसलिए ये चिंता नहीं करना हमको दुख मिलता है, दुख मिलेगा, ये चिंता नहीं करना. केवल परमात्मा प्राप्ति के लिए प्रयत्न करना, जिसके लिए मनुष्य जन्म मिला. അതുകൊണ്ട് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി മാത്രം പ്രയത്നിക്കുക. അതിനിടയ്ക്ക് ഉണ്ടാകുന്നതായ ദുഃഖങ്ങളിൽ നമ്മൾ വിചലിതരാകാതെ, നമ്മൾ ഉദ്വിഗ്നരാകാതെ നമ്മൾ ഈശ്വരീയ മാർഗത്തിൽ സഞ്ചരിക്കുക. അതാണ് നമ്മളുടെ മനുഷ്യജന്മത്തിൻ്റെ സഫലതയ്ക്ക് കാരണമായിട്ടുള്ളത്. जो प्राप्त होता है उसमें संतोष चाहिए, अधिक की इच्छा नहीं करना. जितने संसार की इच्छा है वही प्रतिबंधक ईश्वर प्राप्ति में. എത്രമാത്രം നമുക്ക് കിട്ടുന്നു അതിൽ സന്തോഷത്തോടുകൂടി നമ്മൾ ഈശ്വരീയ മാർഗത്തിൽ പ്രവർത്തിക്കുക. ഇതിൽ കൂടുതൽ ഇച്ഛയുണ്ടായാൽ അത് ഈശ്വരപ്രാപ്തിക്ക് പ്രതിബന്ധമായിരിക്കും, തടസ്സമായിരിക്കും. गेट से निकलने के बाद मैं यदि सोचो बाएं तरफ चलो, बड़े अच्छा रास्ता है, कभी सोचता है दाहिनी तरफ बड़े आलोक है, इधर भी चलना चाहिए, कहाँ चलूँगा? चल सकता हूँ? जब एक तरफ चलेंगे दूसरे को छोड़ना पड़ेगा. एक निश्चय करना पड़ेगा, एक तरफ चलना है, दूसरे को छोड़ना है. जब तक ऐसे निश्चय नहीं हुआ तब तक चल नहीं पाएंगे, वहीं खड़े रहेंगे. നമ്മളുടെ ആഗ്രഹം രണ്ടു വശത്തേക്കും വഴി കിടക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിനെ മാത്രമേ നമുക്ക് സ്വീകരിച്ച് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. രണ്ടു വശത്തേക്കും പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ ഒരിടത്തോട്ടും പോകാൻ സാധിക്കാതെ ആ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കാനേ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് ലക്ഷ്യം കണ്ടുകൊണ്ട് ആ മാർഗത്തിൽ, ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ കർത്തവ്യമാണ്. इसी प्रकार जब तक आप निश्चय नहीं करेंगे मुझे इस जन्म में परमात्मा की प्राप्ति करनी है, शीघ्र ही करना है और कुछ नहीं चाहिए, जितने भी दुख मिले कोई चिंता नहीं, किंतु परमात्मा प्राप्ति करूं, ऐसा इच्छा है तो आप आगे बढ़ सकते हो, नहीं तो जहाँ के वहीं है. संसार भी चाहते, भगवान भी चाहते, कहीं नहीं कुछ कर पाते, वहीं के वहीं रह जाते हैं. അതുകൊണ്ട് നമ്മൾ ഈശ്വരനെയാണ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സുനിശ്ചിതമായിട്ട് ആ ആത്മീയ മാർഗത്തിലൂടെ, ധാർമ്മികമായ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാനാകാതെ ഭൗതിക സുഖങ്ങളുടെ ആ മായാമോഹത്തിൽ പെട്ട് നമ്മൾ ഇതികർത്തവ്യത വിമൂഢരായി ഉഭയ മാർഗത്തിൽ നിന്നും ഭ്രഷ്ടരായി തീരാനാണ് വഴിയുള്ളത്. यही सोच करके निरंतर ही परमात्मा का चिंतन करना है. परमात्मा प्राप्ति कठिन नहीं है. दर्पण यदि मैला है मुख मैला दिखेगा, दर्पण साफ हुआ मुख साफ दिखता है. അപ്പോൾ നമുക്ക് ഈശ്വര പ്രാപ്തി വലിയ കഠിനമായിട്ടുള്ള, വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള കണ്ണാടി ശുദ്ധമായിട്ടുള്ളതാണ്. അതിൽ പൊടിയും ചെളിയും ഒന്നുമില്ല എങ്കിൽ നമ്മളുടെ മുഖം സ്പഷ്ടമായി കാണാൻ സാധിക്കും. അതുപോലെ ആണ് ഈശ്വരീയ ദർശനത്തിൽ നമ്മളുടെ മനസ്സ് നിർമ്മലമാകണം. अंतःकरण शुद्ध होगा, वही मन में परमात्मा का साक्षात्कार हो जाएगा. अब मन में कलमश है, महिला है, राग द्वेष है, मिथ्या कपट आचरण है, तो परमात्मा होते हुए ही दिखता नहीं है. നമ്മളുടെ മനസ്സ് ശുദ്ധമായാൽ ആ ശുദ്ധമായ മനസ്സിൽ ഈശ്വരൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. അതിൽ സാംസാരിക ഇച്ഛകളും അതുപോലെ രാഗദ്വേഷ ലോഭമോഹ മതമാത്സര്യാദികളുമൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കൂടി അത് കാണാൻ സാധിക്കുകയില്ല, ചെളി പിടിച്ച കണ്ണാടിയിലെന്ന പോലെ. अपने शास्त्र में से वेद नहीं हो तो गीता आदि कुछ ग्रंथ थोड़े थोड़े अभ्यास करना चाहिए. रोज रोज भगवान का नाम स्मरण करना चाहिए, पूजा पाठ करनी चाहिए, व्रत उपासना करनी चाहिए. आज एकादशी है, एकादशी व्रत करने वाले इसमें कोई है? एकादशी को व्रत कोई करते हैं? कोई यहाँ है? एक भी कोई है क्या? कोई नहीं. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഏകാദശിയാണ്, അതറിഞ്ഞ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ടോ? यदि समझ करके हाथ उठाए तो धन्यवाद है. तो जैसा हो शुद्ध सात्विक भोजन करना चाहिए और सन्मार्ग में चले, दूसरे को कष्ट नहीं दे. दूसरे को जो कष्ट देता है वो धर्म नहीं करता है, वो धर्म नहीं है दूसरे को पीड़ा पहुंचाना. जो दूसरे को पीड़ा पहुंचाता है वो नरक जाएगा, पाप कर्म फल भोगना ही पड़ेगा. इसलिए कभी भी किसी को कष्ट नहीं देना, कभी पाप कर्म नहीं करे, जो कर्म उसको मिलता है भोग ले. अपने परमात्मा का चिंतन, परमात्मा का नाम स्मरण, स्तोत्र पाठ, जप, ध्यान अवश्य करना चाहिए. വേദം പഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും നമുക്ക് ഉപനിഷത്തുകൾ അല്ല ഗീത, അതുപോലെ ആചരണം, വ്രതാദി അനുഷ്ഠാനങ്ങൾ, മന്ത്രജപം, ഇതൊക്കെ നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ സത്കർമ്മങ്ങൾ ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിലൂടെ നമ്മളുടെ മനസ്സ് ശുദ്ധമാവുകയും അങ്ങനെ ശുദ്ധമായ നിർമ്മലമായ മനസ്സിൽ ഈശ്വരൻ്റെ ആ സ്വരൂപം തെളിഞ്ഞ് വിളങ്ങാറാവുകയും ചെയ്യും. अंतःकरण शुद्ध हो जाए तो वैदिक सिद्धांत स्वल्प शब्द से ही कहा गया है, ज्ञान हो जाएगा. अंतःकरण शुद्ध हो तो അന്തഃകരണം ശുദ്ധമാണ് എങ്കിൽ ഈശ്വര സ്വരൂപം എന്താണെന്ന് വേദവാക്യങ്ങൾ സ്പഷ്ടമായിട്ട് അരുളി ചെയ്യുന്നുണ്ട്. മറ്റുള്ള ജീവികൾക്ക് ഒരു വിധത്തിലുള്ള ദുഃഖം കൊടുക്കാതെ. പാപം എന്താണ്? പരപീഡനമാണ്. മറ്റുള്ളവർക്ക് ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ നോവത്തക്ക വിധത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ വിചാരമോ ഉണ്ടായാൽ അതുതന്നെ നമുക്കും പാപകരമായി തീർന്ന് നമ്മളെയും ദുഃഖിപ്പിക്കുന്നതായി തീരും. वेद का सिद्धांत और आपको क्या चिंतन करना चाहिए मैं थोड़ा भी बोलूँगा. एक पाद बोलने पर सब लोग बोलना. अहमस्मि परम ब्रह्म. എല്ലാവരും പറയുക അഹമസ്മി പരം ബ്രഹ്മ. अहमस्मि परम ब्रह्म. अहमस्मि परम ब्रह्म. आप रुक जाओ, मैं
अहमस्मि परम ब्रह्म, अहमस्मि परम ब्रह्म। 5 बार। अस्मि परम ब्रह्म, नित्यं शुद्धमविक्रियम्, नित्यं शुद्धं, नित्यं शुद्धमविक्रियम्। जोर से, नित्यं शुद्धमविक्रियम्, नित्यं शुद्धाविक्रियं, नित्यं शुद्धमविक्रियम्। नित्यं शुद्धाविक्रियं, नहीं बोलते सब बोलो, नित्यं शुद्धमविक्रियम्। नित्यं शुद्धाविक्रियं, हाँ, बोलने से कोई हानि नहीं है। संस्कृत उच्चारण करने से पुण्य होता है। मिला कर बनाओ, अहमस्मि परम ब्रह्म, अहमस्मि परं ब्रह्म, नित्यं शुद्धमविक्रियम्। नित्यं शुद्धाविक्रियं, चिद्रूपस्य न मे जन्म, चिद्रूपस्य न मे ब्रह्म, चिद्रूपस्य न मे जन्म, चिद्रूपस्य न मे जन्म, चिद्रूपस्य न मे जन्म। चिद्रूपस्य न मे जन्म, 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 चिद्रूपस्य न मे जन्म। कुतो मृत्युर्जरामयौ, कुतो मृत्युर्जरामयौ, कुतो मृत्युर्जरामयौ, मृत्युर्जरामयौ, कुतो मृत्युर्जरामयौ। कुतो मृत्युर्जरामयौ, कुतो मृत्युर्जरामयौ, कुतो मृत्युर्जरामयौ। एक साथ बोलना पड़ा, दोनों मिला करके। अहमस्मि परम ब्रह्म, अहमस्मि परं ब्रह्म, नित्यं शुद्धमविक्रियम्, नित्यं शुद्धमविक्रियं, चिद्रूपस्य न मे जन्म, चिद्रूपस्य न मे जन्म, कुतो मृत्युर्जरामयौ। कुतो मृत्युर्जरामयौ। हाँ, आप लोगों का भाग्य अच्छा है। यहाँ स्वामी चिदानंद जी पास में बैठे हैं, आश्रम में है। ये श्लोक याद नहीं हुआ तो उनके पास जा कर के ले करके याद कर लेना, रोज इसका पाठ करना। ये है वेद का सिद्धांत है। अहम अस्मि परम ब्रह्म, मैं ही पर ब्रह्म हूँ जो कि नित्य है, शुद्ध है, कोई विक्रिया नहीं, अविक्रियम। चिद्रूप, चेतन मेरा स्वरूप है। चेतन का कहाँ जन्म है? चिद्रूप से जन्म है ही नहीं। अच्छा, जन्म नहीं तो कुतो मृत्यु, मरण कैसे होगा? और जरा, वृद्धावस्था, रोग, आमय कैसे होगा? मतलब അഹമസ്മി പരം ബ്രഹ്മ, ഞാൻ പരബ്രഹ്മമാകുന്നു. ഇത് വേദത്തിൻ്റെ സിദ്ധാന്തമാണ്. नित्यम शुद्धम ചിദ്രൂപ നിത്യം ശുദ്ധം അവിക്രിയം, നിത്യവും ശുദ്ധനും വിക്രിയാരഹിതനുമാകുന്നു ഞാൻ. ചിദ്രൂപസ്യ, ചൈതന്യസ്വരൂപനായ എനിക്ക് ജന്മവുമില്ല മരണവുമില്ല. കുതോ മൃത്യു ജരാ അമയവും, പിന്നെ എവിടെയാണ് എനിക്ക് മരണവും രോഗങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്? ജന്മവും ഇല്ല, ജന്മമില്ലാത്തതുകൊണ്ട് മരണവും എങ്ങനെ ഉണ്ടാവും? ചൈതന്യമാണ്, ബോധമാണ് എൻ്റെ സ്വരൂപം. चेतन का जन्म नहीं,